മെക്കാനിക്കൽ 3D മോഡലിങ്ങിൽ ഈ ഒരു മോഡലാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് യൂഷ്വലായിട്ട് എക്സ്ട്രൂഷൻ ചെയ്യുന്ന ബോക്സ് ടൈപ്പിലല്ല ഇരിക്കുന്നത്. ഇതൊരു കർവ്ഡ് മോഡലാണ്. അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്. ഫ്രണ്ട് വ്യൂ നോക്കിയിട്ട് വേണം നമ്മൾ ആദ്യം ഒരു പാത്ത് വരച്ചിട്ട് അതിലേക്കൂടെ സ്വീപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യേണ്ടത്. ലൈൻ എടുക്കുക, ഇവിടുന്ന് 8.5, പിന്നെ മേലോട്ട് 8.5, ഇങ്ങോട്ട് ഒരു 13 വന്നേക്കുന്നത്, താഴോട്ട് 8.5, ഇങ്ങോട്ടും 8.5. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു 6.5 ഒരു ആർക്കാണ് ഉള്ളത്. അതുകൊണ്ട് സ്റ്റാർട്ട് ആൻഡ് റേഡിയസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആർക്ക് എടുക്കേണ്ടത്. 6.5. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാക്റ്റ് പാത്ത്. ഇതിലേക്കൂടെയാണ് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ മോഡൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു കർവ് കാണുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഫില്ലറ്റാണ് ചെയ്യേണ്ടത്. 2 ആണ് ഫില്ലറ്റഡ് റേഡിയസ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് എഫ് എൻ്റർ കൊടുത്തിട്ട് ഫില്ലറ്റ് കൊടുക്കുക. ഫില്ലറ്റിനെ കുറിച്ച് ബേസിക്കുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓരോരോ ഓബ്ജക്റ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓബ്ജക്റ്റിനെ ടോട്ടൽ ഒറ്റ ലൈനാക്കാനായിട്ട് പോവുക. അതിന് ജോയിൻ കൊടുക്കുക. ജോയിൻ ഫുൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 7 objects converted into 1 polyline. ഇപ്പോൾ നമുക്കത് 1 polyline ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു 1 polyline മീൻസ് കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന ഒരു പാത്തിൽ നമുക്കൊരു പ്രൊഫൈൽ ചെയ്യാൻ പോവുകയാണ്. അതും ഞാനിപ്പോൾ ലെഫ്റ്റാണ് എടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ പ്രൊഫൈൽ ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് 1 ആണ്, അതിൻ്റെ വിത്ത് 6 ആണ്. ഓക്കെ, ഡിസൈഡ് ആയിട്ടുള്ള പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ഐസോമെട്രിക് വ്യൂയിലോട്ട് പോവുക. അപ്പോൾ നമുക്ക് സ്വീപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പാത്തും പ്രൊഫൈലും പെർപെൻഡിക്കുലറായിട്ട് ഇരിക്കണം. അതിനായിട്ടാണ് ഞാൻ ഈ ഒരു വ്യൂ മാറ്റിയെടുത്ത് വരച്ചത്. ഇത് ഫ്രണ്ടിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് ലെഫ്റ്റോ റൈറ്റിലേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ. ഈ ഒരു പാത്തിലെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ലുക്ക് അറ്റ് ഹിയർ. ഈ UCSലോട്ട് നോക്കുമ്പോൾ XY എന്നുള്ള ഒരു ഡയറക്ഷനിലാണ് പ്രൊഫൈൽ വേണ്ടത്. പക്ഷേ പാർട്ട് ഷുഡ് ബി ഇൻ Z ആക്സിസ്. Z ആക്സിസ് മാത്രമേ നമുക്ക് എക്സ്ട്രൂഷൻ നടക്കത്തുള്ളൂ. സോ Z ആക്സിസ് വരുന്ന വഴിയിൽ ഞാൻ ഇത് കൊണ്ട് ഈ ഒരു എഡ്ജിൽ വെച്ചിട്ടാണ് എക്സ്ട്രൂഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ എടുത്തു, മൂവ് ചെയ്യുക. നമ്മൾ താഴത്തെ ലൈനാണല്ലോ വരച്ചത്, അപ്പോൾ അതുകൊണ്ട് താഴത്തെ പോർഷൻ ഇവിടെ വെക്കുക. എന്നിട്ട് സ്വീപ്പ് ചെയ്യുക. സ്വീപ്പ് ചെയ്യാനായിട്ട് സ്വീപ്പ് ആദ്യം ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, പിന്നെ എൻ്റർ കൊടുത്തിട്ട് പാത്ത് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു പാത്ത് സെലക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് എങ്ങനെയായിട്ടാണ് എൻ്റെ ഓബ്ജക്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇവിടെയുമായിട്ട് 2 സർക്കിളിൻ്റെ ഹോളും പിന്നെ ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഹോളുമാണ്, ഒരു കട്ടാണ് ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടോപ്പ് എടുക്കാം. അതേപോലെ ഷെയ്ഡറിൽ നമുക്ക് പോയിൻറ്റ്സ് ക്ലിയർ ആയിട്ട് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ 2D വയർ ഫ്രെയിം എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കതിൻ്റെ ഇത് തന്നിട്ടുണ്ട്. 15 ആണ് ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള ഡയമീറ്റർ. ഇപ്പുറത്ത് വരെ 1 പോകുന്നുണ്ട്, ഇപ്പുറത്ത് വരെ 1 പോകുന്നുണ്ട്. സോ 15 - 2 13 ആണ് ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. ദെൻ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ലെന്ത് തന്നിട്ടുണ്ട് 4 ആണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വെളിയിലെങ്ങാണ്ടാണ് ഞാൻ ആ ഒരു സംഭവം വരയ്ക്കുന്നത്. അറ്റ് ദ റേറ്റ് ഓഫ് നമുക്ക് ആ ഒരു വിത്ത് 13 X ആക്സസിൽ, Y ആക്സസിലാണ് ഹൈറ്റ് വരുന്നത്, ദറ്റ് ഈസ് 4. ഞാനിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി ഈ റെക്റ്റാങ്കിൾ ഞാൻ ഇവിടെയാണ് ചെന്ന് പ്ലേസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ആ പോയിൻ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ ഈ ഒരു മിഡ് പോയിൻ്റിൽ നിന്ന് ഒരു 1 യൂണിറ്റിന് ഒരു ലൈൻ വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ 1 ആണ് അവിടെ നിന്ന് തള്ളി നിൽക്കുന്നത്. നമുക്ക് ആ ഒരു പിക്ചർ കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. ഈ ഒരു മിഡ് പോയിൻ്റ് എടുത്തിട്ട് അവിടെ ഞാൻ പ്ലേസ് ചെയ്യാൻ പോവുക. മൂവ്, ഈ ഒരു മിഡ് പോയിൻ്റ് എടുത്ത് ഇവിടെ ആയിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്. നൗ വി ആർ ഗോയിങ് ടു ഐസോമെട്രിക്. ഓക്കെ, ഐസോമെട്രിക്കിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഇതിനാണ് എക്സ്ട്രൂഡ് ചെയ്യുക. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്നത്. ഓക്കെ, നൗ സബ്ട്രാക്ട് SU എൻ്റർ മെയിൻ ആ ഒരു ഫുൾ മോഡലിനെ സെലക്ട് ചെയ്തു. എൻ്റർ സബ്ട്രാക്റ്റബിൾ ഏതാണോ നമുക്ക് കളയേണ്ടത് ആ ഒരു പോർഷൻ ചെയ്യും. അപ്പോൾ എനിക്കത് കട്ടായി വന്നിട്ടുണ്ട്. ഷെയ്ഡറിൽ എടുക്കുമ്പോഴത്തേക്കും യു ക്യാൻ സീ ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് എനിക്ക് കട്ടായി വന്നേക്കുന്നത്. ഓക്കെ, ഈ ഒരു കട്ട് കൂടാതെ ഇവിടെ ഒരു സർക്കുലർ മോഷനിൽ ഒരു സർക്കിളിൻ്റെ കട്ടും ഇരിപ്പുണ്ട്.
അതെങ്ങനെയാണ് നമുക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം വേ നമ്മൾ ടോപ്പ് എടുക്കുക. ടോപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് അതിനായിട്ട് വയർ ഫ്രെയിം എടുക്കുക. ഇവിടുന്ന് 3ഉം ഇവിടുന്ന് 2.75 ഒക്കെയാണ് ആ ഒരു സെൻറ്റർ പോയിൻ്റുടെ വാല്യൂ തന്നേക്കുന്നത്. പിന്നെ സർക്കിൾ 1.5. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടുന്ന് 3, ഇങ്ങോട്ട് 2.75. കോപ്പി ചെയ്ത് വെച്ചാലും പറ്റില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ 9.5 കൊടുത്തു കഴിഞ്ഞു. നൗ ഐ എം ഗോയിങ് ടു ഐസോമെട്രിക് വ്യൂ. നമുക്കിത് രണ്ടും കൂടെ പ്രസ് ഫുൾ ചെയ്യാം. നമുക്ക് ഷെയ്ഡർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പ് കാണും. പക്ഷേ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു കേർവ് ഉണ്ട്. ഈ ഒരു കേർവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫില്ലറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനകത്ത് ഫില്ലറ്റ് എഡ്ജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഫില്ലറ്റ് എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ഫില്ലറ്റ് ഇവിടെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സെലക്ട് ദിസ് എഡ്ജ്. ഇതിനടുക്കായിട്ടിരിക്കുന്ന എഡ്ജാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഫില്ലറ്റ് എഡ്ജ് കൊടുത്തു. ഈ ഒരു എഡ്ജിനാണ് ഞാൻ സെലക്ട് ചെയ്ത്. ഇവിടെ റേഡിയസ് എന്നുള്ളത് അവിടെ തന്നിട്ടുണ്ട് 2. ഓക്കെ, ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എഫ് എൻ്റർ. ഈ ഒരു എഡ്ജ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഡബിൾ എൻ്റർ കൊടുക്കണം. അതേപോലെ തന്നെ എഫ് എൻ്റർ. ഏതാണോ എഡ്ജ് ആ ഒരു എഡ്ജിനെ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഈ ഒരു പോർഷനാണ് ഇപ്പോൾ വേണ്ടത്. എഫ് എൻ്റർ. എഡ്ജിനെ സെലക്ട് ചെയ്യുക. കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വ്യൂസ് വേണമെങ്കിൽ മാറ്റാം. ഞാനിവിടെ സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമുക്ക് ഫേസ് ആയിട്ട് ഓരോരോ കളേഴ്സായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കാം. ഇങ്ങനെ വെച്ചേക്കാം. എന്നിട്ട് ഇതിനകത്ത് ഫേസസിനകത്ത് കളർ ഫേസസ് എടുക്കുക. ഈ ഒരു ഫേസ് ഞാൻ സെലക്ട് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു, ഒരു കളർ കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഒരു ഫേസാണ് സെലക്ട് ചെയ്യാൻ പോണത്. എൻ്റർ കൊടുത്തു, ഒരു കളർ കൊടുത്തു. കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോർ ദാൻ 1 ഫേസസ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെ എനിക്ക് കളേഴ്സ് മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ.